വൈഫിന്റെ പേര് ഇന്ദിരയാണ്. അതെങ്ങനെ സംഭവിച്ചു? അത് എനിക്ക് ജോലി കിട്ടിയത് 1973-ലാണ്. 73. അന്ന് എനിക്ക് 22 വയസ്സാണ്. 73. 22 വയസ്സിൽ എനിക്ക് ജോലി കിട്ടി. 22ാമത്തെ വയസ്സിൽ ജോലി കയറി. 24ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. ഈ 2 വർഷമേ അടിച്ചു പൊളിച്ചു. അത്രേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും പിന്നെ ഒരു കല്യാണം ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ലേറ്റായിട്ടൊക്കെ ആലോചിച്ചാൽ മതി എന്നൊക്കെ ആയിരുന്നു. എനിക്കും അങ്ങനെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ അവർക്കെന്തോ എൻ്റെ കല്യാണം നേരത്തെ നടത്തണമെന്ന് തോന്നി. നേരത്തെ അങ്ങ് ആലോചിച്ചു. അങ്ങനെ ഒരു മെയ് മാസത്തിൽ 1975 മെയ് മാസത്തിൽ പോയി പെണ്ണ് കണ്ട് കല്യാണം അങ്ങ് ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്ത് അന്ന് ഫിക്സ് ചെയ്തല്ല, ജാതകം കൂടെ നടന്നതിൻ്റെ അന്ന് എമർജൻസി ഡിക്ലെയർ ചെയ്തു. എല്ലാ പരിപാടിയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പിന്നെ 20 മാസം അറിഞ്ഞു കാണുമോ അവര്? ഇനി ഇങ്ങനെ നടന്നാൽ പറ്റില്ല, ഇവന് അടിയന്തരാവസ്ഥയിൽ നിൽക്കുള്ളൂ എന്നുള്ള. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ മാസത്തിലാണ് കല്യാണം. അപ്പോൾ അതിന് മുമ്പ് ഒരു ഒക്ടോബർ 24-ാം തീയതിയാണ് കല്യാണം. അതിന് 2 ആഴ്ചയ്ക്ക് മുമ്പേ എൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ഓൾ കേരള ടൂർ അയച്ചു. എമർജൻസിയാണ്, തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ അക്കൗണ്ട്സ് ഓഫീസർ പോയി ഡയറക്ടർ അടുത്ത് പറഞ്ഞു, അയാളുടെ കല്യാണമാണ് 24-ാം തീയതി. സോ വാട്ട്, ഹിസ് മാരേജ് ഇസ് നോട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്, ദിസ് ഈസ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്, ലെറ്റ് ഹിം ഗോ. അങ്ങനെ എന്നെ വിട്ടു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കാസർഗോഡ് വരെയുള്ള പോസ്റ്റ് ഓഫീസ് എല്ലാം കയറി തിരിച്ചു വന്നു. തിരിച്ച് 3 ദിവസം മുമ്പേ തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് ചെറിയൊരു പനി. പനി എന്ന് വെച്ചാൽ സാരമില്ല, എന്നാലും കല്യാണം അല്ലേ എന്ന് വിചാരിച്ച് അടുത്തൊരു നന്തങ്കോട് തന്നെ അടുത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അവിടെ പോയി പറഞ്ഞു ഇങ്ങനെ പോയിട്ട് ഒരു ചെറിയ പനിയുണ്ടെന്ന്. പുള്ളി ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് യാത്ര വല്ലതും ഉണ്ടായിരുന്നു? യാത്ര ഉണ്ടായിരുന്നു, അത് ഒഫീഷ്യൽ ടൂറായിരുന്നു. ശരീരത്തിൽ എവിടെയെങ്കിലും ഈ കുരു പോലെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരീരത്തിലുണ്ട്, ഇവിടെ ഒരു ചെറിയ പരുവ് പോലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കാണട്ടെ എന്ന് പറഞ്ഞു. കാണിച്ചു. കുഴപ്പമില്ല, ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് ഇതിന്റെ കല്യാണം മറ്റന്നാളാണ്. അത് പക്ഷേ ചിക്കൻ ബോക്സിന് അറിഞ്ഞൂടല്ലോ. നല്ല സരസരായിട്ടുള്ള ആളായിരുന്നു. വന്നത് തന്നെയാണ്, ചിക്കൻ ബോക്സ് തന്നെയാണെന്ന് കൺഫേം ചെയ്തു. അപ്പം ആ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു, അത് വരും, ആ സമയത്ത് എത്തുള്ളൂ, ഇങ്ങനെയാണ് പ്രശ്നം, പക്ഷെ കുഴപ്പമില്ല, എന്തായാലും വരുമെന്ന് പറഞ്ഞു. താലി കെട്ടും. അങ്ങനെ ആ സമയത്ത് പതുക്കെ ഇരുട്ട് വാക്കിനവിടെ പോയി പമ്മി നിന്നിട്ട് ആ സമയമാകുമ്പോൾ കയറി കല്യാണം കഴിച്ചു. അപ്പൊ ഇവക്ക് ഭാര്യയ്ക്ക് അറിഞ്ഞൂടാ. ആദ്യ രാത്രി ചിക്കൻ ബോക്സ് ആദ്യ രാത്രി ഇല്ല. ചിക്കൻ ബോക്സ്